ഹായ്, വെൽക്കം ടു അൺസ്ക്രിപ്റ്റഡ് അലീന. സോ ചാനൽ പോലെ തന്നെ എൻ്റെ അൺസ്ക്രിപ്റ്റഡ് ലൈഫാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ അൺസ്ക്രിപ്റ്റഡ് അലീനയുടെ ഫസ്റ്റ് വീഡിയോ ഇപ്പോൾ സക്സസ്ഫുൾ ആണല്ലോ. ആരാ സക്സസ്ഫുൾ അല്ലാതെ? നമ്മൾ നോക്കുന്ന എല്ലാവരും തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എൻജിനീയേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ കാണുന്ന എല്ലാവരും തന്നെ സക്സസ്ഫുള്ളാണ് അല്ലേ? ഇതല്ലാതെ സക്സസ്ഫുൾ ആയവരും ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് 2-3 പേരുടെ പേര് മാത്രം മെൻഷൻ ചെയ്തതന്നെയുള്ളൂ. സോ എൻ്റെ അൺസക്സസ്ഫുൾ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ബീങ് അൺസക്സസ്ഫുൾ അറ്റ് 20s അത് ഭയങ്കര ഹേർട്ട് ചെയ്യുന്നൊരു ഫാക്ടറാണ്. അപ്പോൾ ഞാനൊരു ആവറേജ് നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു 10th വരെ. 10th എനിക്കൊരു 98% അടുത്ത് മാർക്ക് കിട്ടി. അങ്ങനെ വളരെ കോൺഫിഡൻസോടെ ഞാൻ എന്ത് ചെയ്തു, 12th സയൻസ് ഗ്രൂപ്പ് എടുത്തു. സോ ഞാൻ CBSE ബോർഡായിരുന്നു. അവിടുന്ന് ഞാൻ സ്റ്റേറ്റ് ബോർഡിലോട്ടേക്കുള്ള ഒരു ചേഞ്ച് വന്നു. എന്താണെന്നറിയില്ല, എൻ്റെ മാർക്ക് വളരെയധികം ഡ്രോപ്പ് ചെയ്തു. സോ റിസൾട്ട് +1 റിസൾട്ടാണെങ്കിലും +2 റിസൾട്ട് വന്നപ്പോഴാണെങ്കിലും ഞാൻ ജസ്റ്റ് പാസ്സായതേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതെനിക്ക് ഭയങ്കര വലിയൊരു അടിയായിരുന്നു. ലൈക്ക് എവിടെ തുടങ്ങണമെന്ന്, ഇനി എന്ത് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തൊരു അവസ്ഥ. ലൈക്ക് അതുവരെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് കിട്ടിക്കൊണ്ടുവരുന്ന ഒരാൾ പെട്ടെന്ന് ഒന്നും അല്ലാതായി പോകുന്നൊരു അവസ്ഥ. അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അടി. അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, എന്തായാലും 10th വരെ നല്ല മാർക്കൊക്കെ കിട്ടിയതല്ലേ, ഒന്ന് എൻട്രൻസ് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാൻ ഒരു വർഷം എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാൻ പോയി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം ഈ +1 +2 സംഭവിച്ച പോലെ തന്നെ പഠിക്കാൻ പറ്റുന്നില്ല, വയ്യാതെ വന്നു, ബുദ്ധിമുട്ടുകളായി. സോ ജസ്റ്റ് ഭയങ്കര കുറച്ച് മാർക്സിന് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നീറ്റ് പാസ്സാവുന്നത്. അപ്പോൾ ആ നീറ്റ് പാസ്സായപ്പം അതെനിക്ക് രണ്ടാമത്തെ അടിയായിരുന്നു. ലൈക്ക് അപ്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഇടയിൽ കുറേ കുറ്റപ്പെടുത്തലുകളുണ്ട് കേട്ടോ. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടാണ്. അപ്പം എന്താ, പഠിക്കാൻ വിട്ടാൽ പഠിക്കണം, പഠിക്കാതിരിക്കുന്നത് എന്താണ്, നീ പ്രേമം എന്തെങ്കിലും ആണോ, അങ്ങനെ ആണെങ്കിൽ ആരാ, അങ്ങനെ കുറേ കുറ്റപ്പെടുത്തലുകൾ ഇതിൻ്റെ ചുറ്റും നടക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ കേൾക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞു. ബാംഗ്ലൂരിൽ BDSന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ BDSന് അഡ്മിഷൻ എടുത്തിട്ട് പോവുകയാണ്. സോ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, അതായത് ഒരു ഗവൺമെൻറ് മാനേജ് സീറ്റൊന്നുമല്ല. പക്ഷേ നമുക്ക് എന്തോ ദൈവാനുഗ്രഹത്താൽ ബാംഗ്ലൂർ BDSന് സീറ്റ് കിട്ടിയിട്ട് അവിടെ പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടം. ഞാൻ ജസ്റ്റ് പാസ്. റിസൾട്ട് വന്നാൽ ഞാൻ പൊട്ടിക്കരഞ്ഞു. എങ്ങനെ പൊട്ടിക്കരയാതിരിക്കും? അതായിരുന്നു ഈ അവസ്ഥ. അത് കഴിഞ്ഞ് കരഞ്ഞും നിലവിളിച്ചുമാണ് എന്ത് ഫൈനൽ ഇയർ വരെ പാസ്സായി കിട്ടുന്നത്. പ്രാക്ടിക്കൽസൊക്കെ ഭയങ്കര വീക്ക്, തിയറി അതിലും വീക്ക് എന്ന് പറഞ്ഞാൽ. അങ്ങനെ പ്രാർത്ഥിച്ചും കഷ്ടപ്പെട്ടും കരഞ്ഞും നിലവിളിച്ചും വിഷമം പറഞ്ഞും അമ്മേനെയും പപ്പേനെയും ബുദ്ധിമുട്ടിച്ചുമൊക്കെ ഒരു തരത്തിലാണ് ഫൈനൽ ഇയർ പാസ്സാവുന്നത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ഫിനാൻഷ്യൽ ചിലവുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോസ് ആണല്ലോ, ഊഹിക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പിന് കയറിയപ്പോൾ അതാ അടുത്ത അടി. എന്ത്, എനിക്ക് നല്ല അടിപൊളിയായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ. ആ ഹെൽത്ത് ഇഷ്യൂവിന് എന്തായാലും മെഡിസിൻ എടുത്തേ പറ്റും, അതും സ്റ്റിറോയിഡ്സ് എടുക്കാൻ തുടങ്ങിയാൽ ഞാൻ 60 കിലോന്ന് 85 കിലോ ആയി ഒറ്റയടി. ഷൂ എന്ന് പറയുന്നത് അത് അടുത്ത അടി. അതെങ്ങനെ തരണം ചെയ്തു എന്ന് പോലും എനിക്കറിയില്ല. ഇപ്പോഴും ആ വെച്ച വണ്ണത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ അത് പ്രീവിയസ് ഫോട്ടോസും പുതിയ ഫോട്ടോസും ഒക്കെ എടുത്ത് നോക്കുമ്പം എന്താണ്, ഞാനിങ്ങനെ പൊട്ടി കരയാൻ തുടങ്ങി. നമ്മൾ അത്രയും വണ്ണം വെച്ചു, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല, എവിടെയും പോകാനൊരു കോൺഫിഡൻസ് ഇല്ല എന്നുള്ളൊരു സ്ഥിതി. അങ്ങനെ പഠിച്ചിറങ്ങി വന്ന് ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഡെൻറ്റിസ്റ്റ് ആണല്ലോ, ഡെൻറ്റിസ്റ്റ് പ്രാക്ടീസ് ചെയ്യണമല്ലോ. അങ്ങനെ ഇരിക്കുമ്പം ഡെൻറ്റിസ്റ്റ് കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടുള്ള അടുത്ത ഓപ്ഷൻ എന്താ, എവിടെയെങ്കിലും അസിസ്റ്റൻറ്റ് ഡെൻറ്റിസ്റ്റായിട്ട് കയറിയപ്പോഴാണ് എനിക്ക് സുപ്രധാനമായ ഒരു കാര്യം മനസ്സിലായത്. ഇതുവരെ പഠിച്ചതൊന്നുമല്ല, ഇനിയാണ് പഠിക്കാൻ കിടക്കുന്നത്. കാരണം നമ്മൾ കോളേജിൽ പഠിച്ചതൊന്നുമല്ല എന്നും ഇനി ഒരുപാട് പഠിക്കാനുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അസിസ്റ്റൻറ്റ് ഡെൻറ്റിസ്റ്റായിട്ട് കയറിയപ്പോൾ. സാലറി പിന്നെ ഞാൻ പറയണ്ട,
ആൾക്കാർക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടാകും ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ സാലറി എന്താണെന്നുള്ളത്. അപ്പം പണിക്ക് കുറവുമില്ല, സാലറിക്ക് കൂടുതലും ഇല്ല എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം രാവിലെ 8 to വൈകുന്നേരം ഒരു 5 വരെയാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 7-7:30 എങ്കിലും അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എത്തുന്നത് തിരിച്ചൊരു വൈകുന്നേരം 7:30 ആണ്. അപ്പോൾ ഞാൻ ബേസിക്കലി ഒരു 6 months കൊണ്ട് നന്നായിട്ട് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലും ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാലോ. അങ്ങനെ ഞാൻ ബെറ്റർ ഓപ്ഷൻ നോക്കി. പിന്നെ ഞാനൊരു അലൈനർ കമ്പനിയിലോട്ട് ചേഞ്ചായി. അപ്പം അലൈനർ കമ്പനിയിലോട്ട് ചേഞ്ചായി കഴിഞ്ഞപ്പോഴാണ് കുറച്ച് നാൾ ഞാൻ കൊച്ചിയിൽ പോയി നിന്ന് അലൈനർ കമ്പനി ചേഞ്ച് ചെയ്ത് അലൈനർ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഹെൽത്ത് ഇഷ്യൂസ്. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് റിസൈൻ ചെയ്ത് തിരിച്ച് വീട്ടിലോട്ട് വരണം. സോ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഗ്യാപ്പ് വന്ന സമയത്ത് ഓൺലൈനായിട്ട് ട്യൂഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് കുറച്ച് നമുക്ക് വിപുലീകരിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഓൺലൈൻ ട്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അത് അടപടലം പൊട്ടി, ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവനും പോയി. അപ്പം അങ്ങനെ അതും അടിയായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഞാനിത് അവസാനത്തെ കൈയെന്ന നിലയിൽ യൂട്യൂബിൽ കണ്ടൻറ് ക്രിയേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ അൺസക്സസ്ഫുൾ ലൈഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും എന്തൊക്കെ പറഞ്ഞാലുണ്ട് എൻ്റെ സ്റ്റൈല്, ഇതൊക്കെ ഒരു അൺസക്സസ്ഫുൾ സ്റ്റോറിയാണോ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് പലർക്കും തോന്നുമായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര വലിയൊരു അൺസക്സസ്ഫുൾ സിറ്റുവേഷൻസ് ഓഫ് ലൈഫാണ്. ഓക്കെ, അപ്പോൾ എന്നെ പോലെ തന്നെ ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നും എത്താതെ പോയി, ഒന്നും ആകാതെ പോയി എന്നുള്ള ഫീലിങ്സ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇനിയും ടൈം ഉണ്ടെന്നും ഇതുവരെ സമയം വൈകിട്ടില്ല എന്നും യു ക്യാൻ റീസ്റ്റാർട്ട് അഗെയിൻ എന്നും യു ക്യാൻ റീസ്റ്റാർട്ട് ഫ്രം എനി ഫേസ് ഓഫ് ദ ലൈഫ് എന്നും എവിടെ നിന്ന് വേണേലും തുടങ്ങാമെന്നും ഇനിയും സമയമുണ്ടെന്നും നിങ്ങൾക്ക് ഒന്നുകൂടെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള സമയമാണ്. നെവർ ഗിവ് അപ്പ്. ഓക്കെ, നിങ്ങൾ കളഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ. ഞാൻ പലതവണ പലതും ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ച ഒരാളാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ഇത് പറയാനിരിക്കില്ലല്ലോ. എനിക്ക് കിട്ടുന്നത് വ്യൂസൊക്കെ വളരെ കുറവാണ്. പക്ഷേ എങ്കിലും ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ മാത്രം ഇടുന്ന വീഡിയോസാണ് ഇതൊക്കെ. ഓക്കെ, സോ if you would like to get contents related to my personal life, എൻ്റെ പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടൻറ്റ്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓക്കെ, ഇറ്റ് വുഡ് ബി വെരി ഹെൽപ്ഫുൾ. സോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എല്ലാ ആഴ്ചയും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് ഞാൻ നോക്കിയിട്ട് നമുക്ക് വീഡിയോസ് ഇടാം, നമുക്ക് കണക്ട്